നമ്മൾ ഈ വീഡിയോയിൽ പുതിയൊരു മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഫ്രെയിംസ് ഓഫ് റെഫറൻസ് എന്നാണ് പറയുന്നത്. ബേസിക്കലി ഇതിൽ നമ്മൾ എന്താണ് ഫ്രെയിംസ് ഓഫ് റെഫറൻസ് എന്നുള്ളതിൻ്റെ ഡെഫിനിഷനാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ അതിന് നമ്മൾ ആദ്യം തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ പറയുന്നത് നമുക്ക് ഒരു എക്സാമ്പിൾ എടുക്കാം. സപ്പോസ് നമ്മളൊരു ബസ് കൺസിഡർ ചെയ്യണം. നമ്മളൊരു ബസ്സിൽ ട്രാവൽ ചെയ്ത് പോകണമെന്ന് വെച്ചോളൂ. ബസ് ഈ ഡയറക്ഷനിൽ മൂവ് ചെയ്യാണ്. നമ്മൾ ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ്. അപ്പം നമ്മൾ നോക്കുമ്പം, നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പം ഈ ബസ്സിൽ ഒരാൾ ഇരിക്കുന്നുണ്ടെങ്കിൽ ആ ആളെന്താണ്, വിത്ത് റെസ്പെക്ട് ടു അസ് ഇയാൾ ഒരു മോഷനിലാണ്. ഇപ്പോൾ വി ആണ് വെലോസിറ്റി എങ്കിൽ ദിസ് പേഴ്സൺ ഈസ് മൂവിങ് വിത്ത് എ വെലോസിറ്റി വി വിത്ത് റെസ്പെക്ട് ടു അസ്. ഇത് നമ്മളാണ്. ഇനി വിത്ത് റെസ്പെക്ട് ടു ദിസ് പേഴ്സൺ ഈസ് മൂവിങ്. ഇനി ബസ്സിലെ മുന്നിൽ സീറ്റിൽ വേറൊരാൾ ഇരിക്കുന്നുണ്ട് എന്ന് വെക്കുക. അപ്പോൾ അയാൾ നോക്കുമ്പം ആദ്യത്തെ ആൾ എന്തായിരിക്കും, വിത്ത് റെസ്പെക്ട് ടു ദിസ് പേഴ്സൺ ഇയാൾ എന്തായിരിക്കും, റെസ്റ്റിലായിരിക്കും. അപ്പോൾ ഇയാൾ നോക്കുമ്പം അയാൾ എന്തായിരിക്കും, മോഷനിലായിരിക്കും. ഇയാൾ നോക്കുമ്പം ഇയാൾ റെസ്റ്റിലായിരിക്കും. അപ്പം നമുക്ക് എന്ത് പറയാൻ പറ്റും, ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിൻ്റെ മോഷൻ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് നമ്മൾ പറയുമ്പം നമ്മൾ എപ്പോഴും ഒരാളുമായിട്ട് കമ്പയർ ചെയ്തിട്ടായിരിക്കും പറയുക. വിത്ത് റെസ്പെക്ട് ടു this person is at rest, or with respect to this person is moving. അല്ലെങ്കിൽ ഇയാൾ പുറത്തേക്ക് നോക്കുമ്പം with respect to this person is moving. ഇയാൾ നോക്കുമ്പോൾ ഇയാൾ എന്തായിരിക്കും, പുറകോട്ട് വി വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്ന പോലെയാണ് തോന്നുക. അപ്പോൾ ഏതൊരു മോഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോഴും അവിടെ നമുക്ക് എന്ത് പറയാൻ പറ്റണം, ആ മോഷൻ ഇന്ന ഒരാളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അയാൾ റെസ്റ്റിലാണ്, മോഷനിലാണ് എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ എന്തിനോട് കമ്പയർ ചെയ്തിട്ടാണോ ഒരു മോഷൻ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഡിഫൈൻ ചെയ്യുന്നത്, ആ എന്തിനോടാണോ കമ്പയർ ചെയ്യുന്നത് ആ ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റിനെ ആണ് നമ്മൾ എന്താ പറയുക, ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറയാം. അപ്പം നമ്മൾ ഇയാളെ ഫ്രെയിം ഓഫ് റെഫറൻസ് ആക്കി എടുത്തു കഴിഞ്ഞാൽ ദിസ് പേഴ്സൺ ഈസ് മൂവിങ് വിത്ത് എ വെലോസിറ്റി വി. സപ്പോസ് ദിസ് പേഴ്സൺ ഈസ് ടേക്കൺ ആസ് ദി ഫ്രെയിം ഓഫ് റെഫറൻസ്, ദെൻ വി ക്യാൻ സേ ദിസ് പേഴ്സൺ ഈസ് അറ്റ് റെസ്റ്റ്. നമ്മൾ ഫ്രെയിം ഓഫ് റെഫറൻസ് ചൂസ് ചെയ്യുന്നതിനനുസരിച്ച് ഒരാൾ മൂവ് ചെയ്യുകയാണോ അതോ റെസ്റ്റിലാണോ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി നമുക്ക് ഒരേ മോഷന് തന്നെ ഡിഫറെൻറ്റ് ഫ്രെയിം ഓഫ് റെഫറൻസ് നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ വിത്ത് റെസ്പെക്ട് ടു ദിസ് പേഴ്സൺ നമുക്ക് ഇയാളെ പറയാം, വിത്ത് റെസ്പെക്ട് ടു ദിസ് പേഴ്സൺ നമുക്ക് ഇയാളെ പറയാം. അങ്ങനെ നമുക്ക് ഏത് പ്രോബ്ലത്തിനും ഡിഫറെൻറ്റ് ഫ്രെയിം ഓഫ് റെഫറൻസ് നമുക്ക് പോസിബിളാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഫ്രെയിം ഓഫ് റെഫറൻസ് ചൂസ് ചെയ്യുക എന്ന് വെച്ചാൽ, ഏത് ഫ്രെയിം ഓഫ് റെഫറൻസിനോട് കമ്പയർ ചെയ്യുമ്പോഴാണ് നമ്മുടെ മോഷൻ അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റം ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ഫിസിക്സിൽ സോൾവ് ചെയ്യാൻ പറ്റുന്നത്, ആ ഒരു ഫ്രെയിം ഓഫ് റെഫറൻസ് ആണ് നമ്മൾ എല്ലാ കേസിലും എടുക്കുക. ഫോർ എക്സാമ്പിൾ, നമുക്കതിന് ഒരുപാട് എക്സാമ്പിൾ ഉണ്ട്. ഇപ്പം നമ്മൾ സോളാർ സിസ്റ്റത്തിൻ്റെ മോഷൻ പഠിക്കുമ്പം, നമ്മുടെ സോളാർ സിസ്റ്റത്തിലെ പ്ലാനറ്റ്സിൻ്റെ മോഷൻ പഠിക്കുന്ന നേരം അവിടുത്തെ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറയുന്നത് നമ്മുടെ സണ്ണാണ്. ഇനി നമ്മൾ ആറ്റത്തിൽ ഇലക്ട്രോൺസിൻ്റെ മോഷൻ പഠിക്കുമ്പം അവിടുത്തെ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറയുന്നത് ന്യൂക്ലിയസ് ആണ്. അങ്ങനെ നമുക്ക് ആ സിസ്റ്റത്തിനെ പഠിക്കാൻ ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ഫ്രെയിം ഓഫ് റെഫറൻസുകൾ ചൂസ് ചെയ്യാൻ പറ്റും. ഇനി മറ്റൊരു എക്സാമ്പിൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഇത് നമ്മുടെ ഗ്രൗണ്ടാണെന്ന് വെക്കുക. അപ്പോൾ ഇവിടെ ഒരു ബോൾ നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇനി ബോളിൻ്റെ മുകളിൽ നമ്മളൊരു പോയിൻ്റ് മാർക്ക് ചെയ്യാണ്. ഈ ബോൾ എന്ത് ചെയ്യാണ്, ഗ്രൗണ്ടിലൂടെ ഉരുണ്ടു പോവാണ്. അപ്പം വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് നമ്മൾ ഗ്രൗണ്ടിനെ ഫ്രെയിം ഓഫ് റെഫറൻസ് ആക്കിയിട്ട് ഈ പോയിൻറ്റിൻ്റെ മോഷൻ പഠിക്കുകയാണ്. അപ്പം ഈ ബോൾ ഇങ്ങനെ ഉരുണ്ടിട്ട് നമ്മൾ ആ പോയിൻറ്റിൻ്റെ പാത്താണ് എടുക്കുന്നത്. ബോൾ ഉരുണ്ടിട്ട് ഇവിടെ തട്ടും, എന്നിട്ട് വീണ്ടും ഈ ബോൾ ഉരുളുമ്പോൾ എന്ത് ചെയ്യും, ഈ പോയിന്റ് ഇങ്ങനെ മൂവ് ചെയ്യും. അതായത് നമ്മുടെ മനസ്സിൽ ഇയാൾ വട്ടത്തിലാണ് മൂവ് ചെയ്യുന്നത് തോന്നുന്നതെങ്കിലും ഇയാൾ മൂവ് ചെയ്യുന്ന പാത്ത് എന്ന് പറയുന്നത് ഇറ്റ്സ് എ സൈക്ലോയിഡാണ്. ഇറ്റ്സ് എ ഡിഫിക്കൾട്ട് ടു സ്റ്റഡി. പക്ഷേ നമ്മുടെ ഫ്രെയിം ഓഫ് റെഫറൻസ് ഇയാളുടെ സെൻട്രൽ പോയിന്റ് ആണെങ്കിൽ നമുക്ക് ഈ പിയുടെ മോഷൻ എന്തായിരിക്കും, സർക്കുലർ മോഷൻ ആയിരിക്കും. അപ്പോൾ യൂഷ്വലി നമ്മൾ സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിം ഓഫ് റെഫറൻസ് ആക്കി എടുക്കുന്നത് സെൻറ്റർ ആയിരിക്കും. ഇനി നമ്മൾ പഠിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് എപ്പോഴും നമുക്ക് എന്ത് വേണം, ഫിസിക്സിൽ എന്തെങ്കിലും ഒരു കോഓർഡിനേറ്റ് സിസ്റ്റം വേണം. അപ്പോൾ യൂഷ്വലി നമ്മൾ എന്ത് ചെയ്യും, പഠിക്കാനുള്ള എളുപ്പത്തിനോ മാപ്പ് വരയ്ക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഒരു കോർഡിനേറ്റ് സിസ്റ്റം ഫിക്സ് ചെയ്യും. XY 3 ഡയമെൻഷൻ ആകുമ്പോൾ അവിടെ ഒരു Z ആക്സിസ് കൂടെ ഉണ്ടാവും. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഏത്
സിസ്റ്റമാണോ നമ്മൾ പഠിക്കുന്നത്, ആ സിസ്റ്റത്തിൻ്റെ മോഷൻ ഏത് ഫ്രെയിം ഓഫ് റെഫറൻസിന് കമ്പയർ ചെയ്തിട്ടാണോ പഠിക്കുന്നത്, ആ ഫ്രെയിം ഓഫ് റെഫറൻസിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു XYZ ആക്സിസ് അങ്ങ് ഫിക്സ് ചെയ്യും. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ആ ആക്സിസിന് ഒരു ഒറിജിൻ ഉണ്ടാകും. ആ ഒറിജിൻ നിൽക്കുന്നത് ഫ്രെയിം ഓഫ് റെഫറൻസിലായിരിക്കും. എന്നിട്ട് വിത്ത് റെസ്പെക്ട് ടു ദിസ് ഒറിജിൻ ആ ബോഡി എത്ര വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ബോഡി ഏത് പൊസിഷനിലാണ് നിൽക്കുന്നത്. പൊസിഷൻ വെക്ടറൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഇങ്ങനെയാണ് പൊസിഷൻ വെക്ടർ എടുക്കുക. ഇയാൾ മൂവ് ചെയ്യുന്ന വെലോസിറ്റി എല്ലാം നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും, കോർഡിനേറ്റ് സിസ്റ്റംസ് ഉപയോഗിച്ച് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് നമ്മുടെ കോർഡിനേറ്റ് സിസ്റ്റം ആണെങ്കിൽ യൂഷ്വലി നമ്മൾ ഏറ്റവും സിംപ്ലസ്റ്റ് കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് കാർട്ടീഷ്യൻ സിസ്റ്റമാണ്. ദ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം ഈസ് ദ സിംപ്ലസ്റ്റ് കോർഡിനേറ്റ് സിസ്റ്റം ദാറ്റ് ക്യാൻ ബി യൂസ്ഡ്. ഇത് നമ്മൾ ചെറുപ്പത്തിലേ പഠിക്കുന്നതാണ്. X ആക്സിസ്, Y ആക്സിസ്, Z ആക്സിസ്, 3 dimensional കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം. നമുക്കിത് തമ്മിലൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയുന്നതാണ്. ഇനി ചില കേസുകളിൽ നമ്മൾ വേറെ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറയുന്ന ഫ്രെയിം ഓഫ് റെഫറൻസിന് പകരം വേറെയും നമ്മൾ ഇഷ്ടം പോലെ കോർഡിനേറ്റ് സിസ്റ്റംസ് അല്ലെങ്കിൽ ഫ്രെയിംസ് ഓഫ് റെഫറൻസുകൾ ഉപയോഗിക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ പോളാർ കോർഡിനേറ്റ് സിസ്റ്റം. ഈ പോളാർ കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു പ്ലെയിനിലുള്ള മോഷൻ പറയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുക. ഒരു പ്ലെയിനിൽ ഒരു വെക്ടർ ഉണ്ടെങ്കിൽ അയാളുടെ മാഗ്നിറ്റ്യൂഡ്, അയാൾ X ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ, അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ പോളാർ സിസ്റ്റം പറയുക. പിന്നെ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം ഉണ്ട്, സർക്കുലാർ കോർഡിനേറ്റ് സിസ്റ്റം, സ്ഫെറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റംസ് ഉണ്ട്, സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റംസ് ഉണ്ട്. ലാർജ് നമ്പർ ഓഫ് കോർഡിനേറ്റ്സ് നമ്മൾ ഫിസിക്സിൽ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മുടെ സിസ്റ്റം ഏത് ഫ്രെയിം ഓഫ് റെഫറൻസിലാണോ ഏറ്റവും കൂടുതൽ കൺവീനിയൻ്റ് ആവുന്നത്, നമുക്ക് ആ പെർട്ടിക്കുലർ ഫ്രെയിം ഓഫ് റെഫറൻസ് ഉപയോഗിച്ചിട്ട് ആ സിസ്റ്റത്തെ ഡിഫൈൻ ചെയ്യാനും എക്സ്പ്ലെയിൻ ചെയ്യാനും പറ്റും. ഇനി ഫ്രെയിംസ് ഓഫ് റെഫറൻസിനെ പറ്റി സംസാരിക്കുമ്പം there are basically 2 types of frames of references: inertial frames of reference and non-inertial frames of reference. So there are 2 types of frames of reference. ഒന്ന് നമ്മുടെ inertial frames ആവാം, രണ്ടാമത്തേത് നമ്മുടെ നോൺ ഇനേർഷ്യൽ ഫ്രെയിംസ് ആവാം. നമുക്ക് പഠിക്കാനുള്ളത് ബേസിക്കലി ഇനേർഷ്യൽ ഫ്രെയിംസ് ആണ്. അപ്പോൾ നമ്മൾ ഇനേർഷ്യൽ ഫ്രെയിംസ് എന്ന് പറയുന്ന നേരം ദേ ഒബേ ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ. നമ്മുടെ ന്യൂട്ടൺസ് ലോസ് ഒബേ ചെയ്യുന്ന ഫ്രെയിമുകളെയാണ് നമ്മൾ ഇനേർഷ്യൽ ഫ്രെയിംസ് എന്ന് പറയുന്നത്. ഇനി ഈ ഫ്രെയിമുകളുടെയൊക്കെ പ്രത്യേകത എന്ന് പറയുന്നത് ദേ ആർ എയ്തർ അറ്റ് റെസ്റ്റ് ഓർ യൂണിഫോം മോഷൻ അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ. ഒന്നെങ്കിൽ ഈ ഫ്രെയിം എന്തായിരിക്കും, റെസ്റ്റിലായിരിക്കും, അല്ലെങ്കിൽ ഈ ഫ്രെയിം എന്തായിരിക്കും, യൂണിഫോം മോഷനിലായിരിക്കും. യൂണിഫോം മോഷൻ എന്ന് പറയുന്ന നേരം വെലോസിറ്റി ഈസ് എ കോൺസ്റ്റൻറ്റ്. ഫോർ എക്സാമ്പിൾ നമ്മുടെ ബസ് മൂവ് ചെയ്യുന്നത് ഒരു യൂണിഫോം വെലോസിറ്റിയിലാണെങ്കിൽ നമ്മുടെ ബസ്സിനെ വേണമെങ്കിൽ നമുക്ക് എന്തായിട്ട് എടുക്കാം, ഒരു ഫ്രെയിം ഓഫ് റെഫറൻസ് ആയിട്ട് എടുക്കാം. വിത്ത് റെസ്പെക്ട് ടു ബസ് ദിസ് പേഴ്സൺ ഈസ് അറ്റ് റെസ്റ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റുമെങ്കിൽ ബസ്സാണ് നമ്മൾ ഫ്രെയിം ഓഫ് റെഫറൻസ് ആക്കി എടുക്കുക. ബസ് എന്താണ്, ഇറ്റ്സ് എൻ ഇനേർഷ്യൽ ഫ്രെയിം ആണ്. ഒരു ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസിൻ്റെ ഒരു ഉദാഹരണമാണ്. ഇനി റെസ്റ്റ് ആണെങ്കിലോ, റെസ്റ്റിലുള്ളൊരു ഫ്രെയിം ഓഫ് റെഫറൻസ് ആണെങ്കിലോ ഇയാൾ എന്താണ്, ഇയാൾ അനങ്ങാതെ നിൽക്കുകയാണ്. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു ദിസ് പേഴ്സൺ നമുക്ക് എന്ത് ചെയ്യാം, ഇയാളുടെ മോഷൻ ഡിഫൈൻ ചെയ്യാം. അപ്പം ദിസ് ഈസ് അനദർ എക്സാമ്പിൾ ഓഫ് എ ഫ്രെയിം ഓഫ് റെഫറൻസ്. അപ്പം ഇനേർഷ്യൽ ഫ്രെയിംസ് എന്ന് പറഞ്ഞാൽ ന്യൂട്ടൺ സെക്കൻഡ് ലോ, ഫസ്റ്റ് ലോ ഒക്കെ ഒബേ ചെയ്യും. ന്യൂട്ടൺ ഫസ്റ്റ് ലോ എന്താ പറയുന്നത്, a body remains in state of rest or uniform motion along a straight line unless it is compelled by an external unbalanced force. അപ്പോൾ ഇതാണ് ഇനേർഷ്യൽ ഫ്രെയിംസ് എന്ന് പറയുന്നത്. നോൺ ഇനേർഷ്യൽ ഫ്രെയിംസ് എന്ന് പറയുന്നത് they do not obey Newton's laws of motion. ഇനി ഇനേർഷ്യൽ ഫ്രെയിംസ് ഓഫ് റെഫറൻസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ദേ ആർ അൺആക്സിലറേറ്റഡ്. അൺആക്സിലറേറ്റഡ് എന്ന് പറഞ്ഞാൽ ഈ ഫ്രെയിംസിൻ്റെ മുകളിലുള്ള ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു 0 ആയിരിക്കും. ആക്സിലറേഷൻ 0 ആണെന്ന് പറയുന്നേരം എഫ് ഇസ് ഈക്വൽ ടു എം എ ഇസ് ഈക്വൽ ടു 0. അതായത് ആ ഫ്രെയിമിൻ്റെ മുകളിൽ എക്സ്റ്റേർണലി ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്തായിരിക്കും, 0 ആയിരിക്കും. എക്സ്റ്റേർണലി ഒരു ഫോഴ്സും ഒരു സിസ്റ്റത്തിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്നില്ലെങ്കിൽ ആ സിസ്റ്റം ഒന്നെങ്കിൽ റെസ്റ്റിലായിരിക്കും, അല്ലെങ്കിൽ it will be in a uniform motion along a straight line. And the inertial frames are unaccelerated. That is, the external force F is equal to ma is equal to 0. ആ സിസ്റ്റത്തിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന എക്സ്റ്റേർണൽ ഫോഴ്സ് എന്തായിരിക്കും, it will be equal to a 0. In 3 dimension, acceleration എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കറിയാം, velocity is equal to dr by dt, rate of change of
പൊസിഷനാണ്. നമ്മുടെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു ഡി വി ബൈ ഡി ടി ആണ്, നമുക്കറിയാം. ഇനി വി എന്ന് പറയുന്നത് എന്താ? ഡി ബൈ ഡി ടി ഓഫ് വെലോസിറ്റി എന്ന് പറയുന്നത് ഡി ആർ ബൈ ഡി ടി ആണ്. ആർ എന്ന് പറയുന്നത് പൊസിഷനാണ്. അപ്പം നമുക്ക് ആക്സിലറേഷൻ എ ഇസ് ഈക്വൽ ടു ഡി വി ബൈ ഡി ടി, ദാറ്റ് ഈസ് ഡി ബൈ ഡി ടി ഓഫ് ഡി ആർ ബൈ ഡി ടി. നമുക്കതിനെങ്ങനെ എഴുതാം? ഡി സ്ക്വയർ ആർ ഡിവൈഡഡ് ബൈ ഡി ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു 0. ഇനി ആർ എന്ന് പറയുന്നത് നമുക്കറിയാം, ആർ ഈസ് ഈക്വൽ ടു എക്സ് ഐ ക്യാപ് പ്ലസ് വൈ ജെ ക്യാപ് പ്ലസ് സെഡ് കെ ക്യാപ്പ് ആണ്. 3 ഡയമെൻഷണൽ സിസ്റ്റത്തിൽ ആർ എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. അപ്പം ടോട്ടൽ ആക്സിലറേഷൻ എ ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന നേരം എക്സ് കമ്പോണൻ്റ് ഓഫ് ആക്സിലറേഷനും വൈ കമ്പോണൻ്റ് ഓഫ് ആക്സിലറേഷനും സെഡ് കമ്പോണൻ്റ് ഓഫ് ആക്സിലറേഷനും എല്ലാം 0 ആയിരിക്കും. അപ്പം നമുക്ക് ഇതാണ് നമ്മുടെ ആർ എങ്കിൽ ഡി സ്ക്വയർ ആർ ബൈ ഡി ടി സ്ക്വയർ എന്ന് പറയുന്നതാണ് ആക്സിലറേഷൻ. അപ്പം എ എക്സ് കമ്പോണൻ്റ് ഓഫ് ആക്സിലറേഷൻ എന്ന് പറയുന്നത് ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ ആയിരിക്കും. ആൻഡ് എ വൈ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡി സ്ക്വയർ വൈ ഡിവൈഡഡ് ബൈ ഡി ടി സ്ക്വയർ ആയിരിക്കും. സിമിലർലി എ സെഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇസ് ഈക്വൽ ടു ഡി സ്ക്വയർ സെഡ് ഡിവൈഡഡ് ബൈ ഡി ടി സ്ക്വയർ. ഇവരെല്ലാം സെപ്പറേറ്റ്ലി എന്തായിരിക്കും? ദേ വിൽ ബി ഈക്വൽ ടു 0. അതായത് ദർ ഈസ് നോ എക്സ്റ്റേണൽ ആക്സിലറേഷൻ ഓർ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ സിസ്റ്റം ഇൻ എനി ഡയറക്ഷൻ. അങ്ങനെയുള്ള ഫ്രെയിമിനെയാണ് നമ്മൾ ഇനേർഷ്യൽ ഫ്രെയിംസ് എന്ന് പറയാം. നമ്മുടെ അടുത്ത വീഡിയോയിൽ we will be talking about the Galilean transformation.